ഹലോ ഗൈസ്, നമ്മളെ പ്രസിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇല്ല ഉണ്ടോ ഒപ്പോണിൻ്റെ സ്കോഡ്. എംബാപ്പെ സ്ട്രൈക്കർ, സെക്കൻഡ് സ്ട്രൈക്കർ ആരാ നോക്ക്? പെലെ, കോൾ പാൾമർ, റോബർട്ടോ കാർലോസ്, കാനവാരോ, മോണോക്കോ സാവിച്ച്, വിയേറ, പുയോള്. ഇതായാലും എനിക്കറിയത്തിട്ടോ വേറെ മിണ്ടാത്തവനെ കുറിച്ച്. പിന്നെ റഫീനി, ലാംബാർഡാണ് നമ്മുടെ അവന്മാരുടെ സ്കൂളിലെ മാനേജർ. പണ്ടത്തെ പ്ലെയറാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്കോഡിലാണല്ലോ. എന്നല്ല നമ്മളത് ആക്രമിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് കിട്ടുകയാണ്. ആദ്യം തന്നെ പറഞ്ഞ ഫെറാൻ ടോറസിനാണ് ഇപ്പോഴും കളിക്കുന്നത്. സൂപ്പർ സബ്ബാണ്. വെറുതെ കയറ്റിയിട്ടാണ് മാറ്റി കളിക്കാൻ പോയി. എന്താ പറയുക, പിന്നെ ഉണ്ടല്ലോ കുറേ നാളായിട്ട് വീഡിയോ ഇടാത്തത് ബിക്കോസ് ഓഫ് മടി. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. അറിയാലോ നമ്മുടെ ഗോൾ കീപ്പറുണ്ട് മോനെ. ഇത്രേ പറയാനുള്ളൂ ഗോൾ കീപ്പറിനെ കുറിച്ച്. നോയർ, മാനുവൽ നോയർ. സേവ കാണണം. മുക്കാലടിക്കുമ്പോൾ ഒന്നും കയറിയാല കയറുന്നത് അങ്ങനെയല്ല. കളിച്ചു നോക്കാം. നമ്മളെ കാര്യം 2-3 റേറ്റിംഗ് 5-6 പക്ഷെ 20 അത്രയും കണ്ട റേറ്റിംഗ് കൂടുതലുള്ള ഒരു പ്ലെയറാണ്. എൻട്രി അത് വിഷുവിലേക്ക് എങ്ങനെ നിൽക്കുമ്പോൾ ലാഗ് അടിക്കണം. മറ്റേ രീതി വരുമ്പോൾ ഒരു ലാഗും ഇല്ല. എനിക്കറിയാം. നമ്മളെ ടച്ച് കിന്നും പ്ലെയറാന്ന് തോന്നുന്നു കേട്ടോ. റഫീനിയ ബാക്കൊക്കെ വന്നാണ് കളിക്കുന്നത്. ഇവിടുന്നൊരു പടക്കം. മോണോക്കോ സാവിച്ച് ഉള്ളാർന്ന രക്ഷപ്പെട്ടു. രസാണ്ട് പടക്കം എന്ന് കേട്ടോ. ഒന്നും പറയാനില്ല. പവർ. ഇവിടുന്ന് ഒരു ക്രോസ് ഇങ്ങനെ കൊടുക്കാം. ആരെല്ലാം കുത്തിക്കയറ്റി നോക്കട്ടെ. കുത്തിക്കേട്ടാ. മോണോക്കോ സാവിച്ച് പിടിച്ചു വെച്ച്. ഇല്ലില്ല. സ്കിന്നുണ്ടാക്കും. സ്ലൈഡ് ചെയ്യാ. എല്ലാ കാര്യം സ്ലൈഡ് ചെയ്യാൻ പറ്റിയ വീണുണ്ടല്ലോ. നീ സ്ലൈഡ് കടിക്കും. റോബർട്ടോ കാർലോസിൻ്റെ ഒരു എന്താ പറയുക, ഓഫല്ലേ? ഓഫാണ്. നേരത്തെ ഓഫ് പോയതാ. എവിടെ കൊടുക്കൂടാതെ ബോംബേക്കോക്ക് കൊടുക്കുക. പിന്നെ ആരുണ്ട്? ബോംബേക്കോ ഉയിര്. അയ്യോ ലാഗ് എടാ, ലാഗ് അടിക്കുന്നടാ. ഇത് പറ്റില്ല. സ്ക്രിപ്റ്റ് വീഡിയോടാ. സ്ക്രിപ്റ്റാണേ. ഏടാ ഇത് എന്നാടാ സ്ക്രിപ്റ്റ് കണ്ടോണ്ടോ നോക്ക്. ഇപ്പൊ ഒരു ലാഭമില്ല, ഒരു പണ്ടാരം. വളരെ ബാക്ക്ഗ്രൗണ്ട് കിടക്കണേ. രാഗടിച്ച് ചാവാനിപ്പോ ഫോണാണ് ഓവർ ഹിറ്റ്. സ്കില്ല് വർക്കാണ്. സ്കില്ലാക്കിയിട്ടാണ് തൂക്കിയെറിയും. മുമ്പാപ്പ് ഒറ്റ ഓട്ടായിരിക്കും. നെയ്മർ ജൂനിയർ ഓർഡറാ കയറി.
കെനവാറ അങ്ങനെ അല്ലായിരുന്നു, നീ പെട്ടെന്ന് കെനാറോ. ഓ ഓ സ്ക്രിപ്റ്റ് എന്ന് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ അവൻ്റെ കയ്യിലാണ് എപ്പോഴും ബോളി അല്ലേ. ബിഗ് ടൈം ലാമിലിയമാര്, ബിഗ് ടൈം പെലെ, പിന്നെ പറയാന്ന് കണ്ടോ. ആടാ ഇത് സ്ക്രിപ്റ്റ് ആടാ. This is script. This is script. Oh shit. നഗാട്ടോമോ ഇതൊക്കെ ആറാ. നഗാട്ടോമോയോ എല്ലാം സ്ക്രിപ്റ്റ്. This is script. അതെന്നാണ് ഗൈസ്, നിങ്ങൾ കണ്ടാണല്ലോ, നിങ്ങൾ കണ്ടല്ലേ എന്നെ പോലെ ആകടിച്ച് പണ്ടാലും പിന്നെ 400 മണി വേറെ ഒരു കാര്യം ചെയ്യാൻ മാർക്കിനത് പോകുന്നില്ല. മാർക്കിനസ് ഇറാ. എടാ സമയില്ലടാ, സമയില്ലടാ. Substitution for Barcelona. Number 6, Dani Olmo. Number 17, Ferran Torres. Coming on the field, number 8, Luis Diaz. Number 4, Shevchenko. Substitution in progress. അൽവാറസ് അത്രയുള്ള അൽവാറസ് ഉയിര് ക്രാഫ് വേറെ എവിടെയും കളിക്കുകയല്ല. ഒറ്റ ഫോമിലാണ് ഒറ്റ ഒരു കാര്യം ചെയ്താൽ തരുമോ? ഇങ്ങനെ കിട്ടാ പോരേ. ഓൾ സെറ്റ്, ഓൾ സെറ്റ്. ലാമിലിയമാലും ഉണ്ട്, മെസ്സി ഉണ്ട്. ഏതായാലും കളി കണ്ടോണ്ടാ, കളി തുടങ്ങിയപ്പോൾ ഒടുക്കത്തിലായിരുന്നു. അതൊക്കെ പിടിക്കേണ്ട ബോളാണ്, ഈസി ആയിട്ട് പിടിക്കാവുന്നതാണ്. ഓ അങ്ങനെ കിട്ടിയായിരുന്നു മോനെ, ലക്കിൻ്റെ അങ്ങേറ്റം. ഗോൾ. ഇല്ല, നമുക്ക് സാധിച്ചവിടെ ഇല്ലായിരുന്നുണ്ടല്ലോ. ഗോൾ ഗോൾ ഇവിടെ പറഞ്ഞാ. ഇവിടെ കഫും അവിടെ ഫ്രീ ആയിട്ട് ഇപ്പുണ്ട്. അയ്യോ മൂഞ്ചി മൂഞ്ചി.
ഗൈസ് പോയി ചാൻസ് പോയി. കുത്തിയിടാൻ ഫോൺ ലാഗടിക്കണം. അയ്യോ അത് പോയതാ. പിടിക്കണ മെസ്സി. എന്നാ മെസ്സി ഡിഫെൻഡിങ് ഇല്ലാത്ത മെസ്സി. മറ്റേ ഫ്രീ മെസ്സിക്ക് ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു. ആ ഫൗൾഡാ. ഓ നൈസാ. ഒന്ന് കളിക്കാൻ പോലും പറ്റണില്ല. ഇതിൻ്റെ ഗ്രാഫിക്സ് ഞാൻ കുറച്ചിടാൻ പോവാ. ശരിയാവിയല്ലോ. റൈക്കട അങ്ങോട്ട് കളിക്കല്ലേ മോനെ. എന്നാ പാസടാവേ. ഇങ്ങനെയാണോ ഒരു ബാക്കിട്ട് കളിക്കുന്നത്? കണ്ടാ ഇങ്ങനെ പറയുന്നു ബാക്കർ. ഗറിഞ്ച സിൽവസ്ട്രെ. ഓ ഗോഡ് ഷിറ്റായി പോയി. കളി ഡ്രോയാണ് ഗൈസ്. ഡ്രോ ഷിറ്റായി പോയി. എടുക്കായിരുന്നു. നമ്മൾ ഡിവിഷൻ 6 ഗൈസ് കളിക്കണേ. നമ്മൾ പറയാനൊന്നും കളിക്കാനില്ലായിരുന്നു. അന്നേരം കിടിലം ഗോളിൻ്റെ ചാൻസ് ആയിരുന്നു. കിടിലം ഗോൾ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ട്രഷർ ലിങ്ക് മറ്റേ 6 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കറക്കാനുള്ള വീഡിയോ വരുമായിരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇത് കറക്കി. ഫസ്റ്റ് F2P പ്ലെയർ എനിക്ക് കിട്ടിയതെല്ലാം അറിയാം. എനിക്ക് ഫ്രീ ആയിട്ട് ഓൾറെഡി ഒരു റൈറ്റ് കാർഡ് ഉണ്ട്. അതിൻ്റെ കൂടെ കിട്ടൂല്ല. അതിൻ്റെ കൂടെ എനിക്ക് ഇക്കറേ ഇതേ ഈ റൈറ്റ് കാർഡിനെ കൂടെ പിന്നെ എന്നെ കാണിക്കാൻ തന്നതാ. ഓൾറെഡി ഒരു ആങ്കർമാനുണ്ട്, ഒരു ഡിസ്ട്രോയറുണ്ട്, 2-3 ഡിസ്ട്രോയറുണ്ട്. കിടിലം കാർഡ്, റൈറ്റ് കാർഡിൻ്റെ അല്ലാത്ത കാർഡ്. അതിനകത്ത് ന്യൂമാരുണ്ട്. ഈ റൈറ്റ് കാർഡിനെ തന്നത് ഒരൊറ്റ. അതിൻ്റെ അടുത്ത് അഗ്വേർ ഉണ്ടായിരുന്നു, റോയ് കോസ്റ്റനാണല്ലോ തന്നത്. എന്നിട്ട് ഈ ഗോളീനെ ഡേവിഡ് സീമാനെ ഇല്ലേ വാൻബോമല് പ്ലെയറിന് കിട്ടിയവരുണ്ട്. ഈ അഗ്വറാണെന്ന് കിട്ടുമായിരുന്നു എത്ര നേരം ഗൈസ്. ഞാൻ ഇപ്പോൾ ഈ മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് വരുമ്പോൾ ഞാൻ അഗ്വറായിട്ട് എടുക്കുന്നത്. വേറെ കാര്യം തെറ്റിക്കട്ടെ. നമ്മളെ ഇതിൽ ഓൾറെഡി ഒരു ബ്ലാക്ക് കളർ മെസ്സി കിടന്നുണ്ട്. പിന്നെ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് ഒരെണ്ണം കൂടെ കളിക്കാൻ എല്ലാം റൂണിനെ എടുക്കും. പിന്നെ വിൽ പവറുണ്ട്. ഒരു ചാൻസ് കൂടെ കിട്ടിയാൽ ഇതിനകത്ത് ആരെങ്കിലും കിട്ടിയാൽ 2 ചാൻസ് കിട്ടിയാൽ പരിപാടി ഇപ്പോഴാ. പിന്നെ നമ്മൾ പിന്നെ ഇതിനകത്ത് എടുത്തു. പിന്നെ നമ്മളിത് പുതിയ വന്ന് ഈ റൊണാൾഡോയുടെ ബാഗ് കറക്കിയാ കിട്ടുമായിരിക്കും. ഞാൻ 500 എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വെച്ചു. അത് മറ്റേ ഡിസ്കൗണ്ട് ഇല്ലായിരുന്നു. ഡിസ്കൗണ്ട് വെച്ച് കറക്കി നേരം കിട്ടിയ പ്ലേസിനെ കാണിച്ചത്. ഏത് അതിലൊക്കത്ത് പോലും ഒന്നും അറിയത്തില്ല. ഉണ്ടോ? അതിലൊക്കത്ത് വന്നിട്ടില്ല. ഏറ്റവും അടുത്ത് വന്നു.
എന്നെ അങ്ങ് കരയിച്ചങ്ങ് വിട്ട്. Yes. 10 പ്ലേയേഴ്സ് കിട്ടി. എന്നാ കിട്ടി? ആ മാനെന്ന് പറഞ്ഞ അതും തരികയല്ല. ഇമ്മാരെ പിടിച്ചിട്ട് മതിലായിട്ട് വരച്ചത് ഉണ്ടോ? ഈ മാനവന്മാരനെ ഇതേ നെയ്മർ, ഇത് റൊണാൾഡോയുടെ തൊട്ട് കൊണ്ട് കിടങ്ങാൻ നെയ്മർ അത് വരുവാണെങ്കിൽ അത്ര നല്ലതാണ്. ഇത് റൈഡിൽ പണ്ടേക്ക് കാമോട്ടിച്ച് അല്ലതെ, റൊഡീഗസ് അല്ലതെ, കെവിൻ ഡബ്രോയിൻ. ഇതൊന്നും അമ്മേരെ കരിയല്ല, തട്ടിപ്പാണ്. F2B പ്ലെയർ ഞാൻ പറയുന്നത് തട്ടിപ്പാണ്. ദിസ് ഈസ് എ സ്കാം ഗെയിം. ദിസ് ഈസ് എ സ്കാം ഗെയിം. കുറെ പേർക്ക് അടിച്ചിട്ടുണ്ടാവും. ബട്ട് നമ്മളിത് കറക്കിയിട്ടില്ല. ഞാനിത് ഒരു പ്രാവശ്യം കറക്കി. എൻ്റെ മിസ്റ്റേക്കായി പോയി. എൻ്റെ ഇപ്പോൾ ഒരു 100 കോയിനും കൂടെ ഉണ്ടായത്. നെറ്റ് കുറവാണ്. ഞാൻ എൻ്റെ മേലത്തെ റൂമിലാണ് ഇപ്പോൾ, താഴെയാണ് നെറ്റ്. എനിക്ക് നെയ്മറെ കിടന്നുണ്ടായിരുന്നു. ഫെറാൻഡോറസോ അപ്പോൾ ഓക്കെ, ഇതാണ്. അപ്പം നമ്മുടെ ടീം കാണിച്ചു തരാം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു 18 മിനിറ്റ് ലോങ് പോയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ടീം. ഞാൻ വെറുതെ ഇട്ടാണ് ഇതിൻ്റെ അകത്ത്. ഇന്ന് റൈറ്റിങ് കളിക്കുക. ഇതിലും പ്ലെയറിനെ ഇടാമല്ലോ. ജൂലിയൻ അൽവാറസ് കളിക്കും. ഇത്തിരി ഗോള് കൂടുതല, ഗോളിന് പറ്റണം കേട്ടോ. ഈ റൈറ്റ് കളി എല്ലാത്തിനും പിടിച്ച് സുഖിച്ചു. മറ്റേ പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉണ്ടാകും. എല്ലാത്തിനും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവനാണ് മാത്രം ഞാൻ 30 രൂപ കൊടുത്തു. അത് കാരണം ഇപ്പം ഞാൻ കളിച്ചു പോകുന്നു. സിൽവസ്ത്ര ഇല്ലായിരുന്നെങ്കിൽ, മൈക്കിൾ സിൽവസ്ത്ര ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയാൽ, എല്ലാ കളിയും പെട്ടുപോയാൽ. പുള്ളിക്കാരൻ്റെ സ്ലൈഡിങ് ഓനെ ഒന്നും പറയാനില്ലാത്ത സ്ലൈഡിങ്. പുള്ളിക്കാരൻ്റെ സ്കില്ല് കാണിച്ചു തരാം. ഹെഡിങ്, എഡ്ജ് ക്രോസിങ് ഇതുണ്ടോ സ്ലൈഡിങ് തീർന്നാണ്. കിണ്ണ ഫാന് മൈക്കിൾ സിൽവസ്ത്ര ഉള്ളവർക്കറിയാം അതിൻ്റെ പവറിനാണ്. ഇത് കുത്താൻ നല്ലതാണ് ഞാൻ പറയുകയാണെങ്കിൽ. ഇതിനകത്ത് മറ്റേ ഹെഡിങ് ഇല്ല, ബുള്ളറ്റ് ഹെഡർ ഉണ്ട് ഈ കാർഡിൽ. പക്ഷേ ഇതുവരെ ബുള്ളറ്റ് ഹെഡ് ചെയ്തിട്ടില്ല. ഷോട്ടൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഷോട്ടുകളുണ്ട്. ബുള്ളറ്റ് ഹെഡർ, ഹെഡിങ്ങും ബുള്ളറ്റ് ഹെഡറൊക്കെ ഉണ്ട്. ഒന്നും കൊടുക്കാൻ എടുത്തിട്ടില്ല. ഞാൻ പറയണത് ഇതൊരു ശോകം കാണാം. ശരിയുടെ ശോകം കാണാം. എന്നെക്കാലം വേദന്തേ ഈ നെയ്മറ എന്ന സ്കില്ലാന്ന് അറിയാം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ നെയ്മർ ആരെല്ലാം കയ്യിലുണ്ടോ? യെസ്, ഈ നെയ്മർ റസിംഗാൻ പിടിച്ചുള്ള ഈ നെയ്മർ ഉണ്ടല്ലോ, കിഡിലെ നെയ്മറ. പവർ ഷോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ റസിംഗ അറിയാമെന്നുള്ളതാണ്. നമുക്ക് അടുത്തരാം, ഉള്ളവർക്കറിയാം. പക്ഷെ പവർ ഷോട്ട് അടിക്കുമ്പോൾ റസിംഗ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നു. അടുത്തറോ ആയിക്കോട്ടെ. നെയ്മറിന് കൊടുക്കട്ടെ.
നെയ്മറിന്റെ സ്കില്ലും ഞാൻ എന്തോരം ഗോൾ അടിച്ചിട്ടുണ്ടെന്നറിയോ? ഡ്രസ്സിംഗ് മൂവ്മെന്റ്സ് കണ്ടാ ക്രോസ് വയർ ഉണ്ടോ? കണ്ടാ ഇതാണ് നെയ്മറിന്റെ പവർ. Despacito. No, this is Neymar. Neymar ഉണ്ടല്ലോ കിഡിലെ സാധനം. ഞാൻ പവർ ഷോട്ട് ഒന്നുകൊണ്ട് ഗോളാക്കി തരാം. സ്കില്ലൊക്കെ ഇട്ടുവിട്ട് ദിസ് ഈസ് ഗോൾ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.